ഡിഗ്രി പഠിക്കാൻ ഇനി തടസ്സങ്ങളില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു സ്മാർട്ട് ഫോൺ ഉണ്ടോ? എന്നാൽ നിങ്ങൾക്ക് ഡിഗ്രി ബാസ് സ്റ്റഡി സെന്ററിലൂടെ പഠിക്കാം. ഇന്ദിരാഗാന്ധി നാഷണൽ ഓപ്പൺ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് നിങ്ങൾക്ക് PSC, UPSC പോലുള്ള എക്സാമുകൾക്കും അപ്ലൈ ചെയ്യാം. ഇനി വാല്യൂന്റെ കാര്യത്തിൽ നോ ടെൻഷൻ. ഇനി നിങ്ങൾ ആരും ഡിഗ്രി ഇല്ലാത്തതിന്റെ പേരിൽ റിജക്ട് ചെയ്യില്ല. സോ കൂടുതൽ വിവരങ്ങൾക്ക് കോൺടാക്ട് ചെയ്യൂ. ബാസ് സ്റ്റഡി സെന്റർ, കോർപ്പറേറ്റ് ഓഫീസ്, G3104, JNIS, കലൂർ, കൊച്ചി 682017. ഹലോ എവരിവൺ, ബാസ് ഡിസ്റ്റൻസ് ഡിഗ്രിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ള നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിലെ രജിസ്ട്രേഷൻ എങ്ങനെയാണെന്നും അതിന് എന്തൊക്കെ ഡോക്യുമെന്റ്സ് വേണമെന്നും പിന്നെ അതിൽ ശ്രദ്ധിക്കേണ്ട രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് വിശദമായിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് ഇരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങളുടെ സീറ്റ് പെട്ടെന്ന് തന്നെ കൺഫേം ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് ഓൾറെഡി അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. നമുക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സീറ്റ് കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഉള്ള നെക്സ്റ്റ് പ്രോസസ്സാണ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രജിസ്ട്രേഷനിൽ നമ്മൾ കുറേ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാനുണ്ട്. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണെന്നും അതിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എന്തൊക്കെ പ്രൂഫാണ് വേണ്ടത്, എന്തൊക്കെ ഡീറ്റെയിൽസ് ആണ് നിങ്ങളോട് ചോദിക്കുന്നതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ നമ്മൾ ഓൾറെഡി ആരംഭിച്ചിട്ടുണ്ടായിരുന്നു. ആ ടൈമിൽ നിങ്ങൾക്ക് പ്രൂഫും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്തൊക്കെ പ്രൂഫാണ് സബ്മിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ നമ്മൾ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീഡിയോ കാണാത്തവർ പെട്ടെന്ന് തന്നെ പോയിട്ട് ആ വീഡിയോ കാണുക. പിന്നുള്ളത് നമുക്ക് രജിസ്ട്രേഷൻ ടൈമാണ്. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ടൈമിൽ നമുക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ ഈ ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കുമ്പോൾ തന്നെ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം, SSLCയുടെ സർട്ടിഫിക്കറ്റ് വേണം, +2യുടെ സർട്ടിഫിക്കറ്റ് വേണം, ആധാറിൻ്റെ ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡ് ഫോട്ടോ വേണം. ഓക്കെ, ഇത്രയും ഡോക്യുമെന്റ്സ് ആയിരിക്കും നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്തിട്ടുള്ളത്. ഇതിൽ എന്തെങ്കിലും കാരണം കൊണ്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഒരു പ്രൂഫ്, അതായത് ഇത്രയും പ്രൂഫ് പറഞ്ഞല്ലോ നമ്മൾ അഡ്മിഷൻ ചെയ്യുമ്പോൾ, ആ പ്രൂഫിൽ എന്തെങ്കിലും സബ്മിറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും നിങ്ങൾ രജിസ്ട്രേഷൻ ടൈമിൽ അത് നിർബന്ധമായിട്ട് സബ്മിറ്റ് ചെയ്യണം. കാരണം നമുക്ക് രജിസ്ട്രേഷൻ അത്രയും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. ഓക്കെ, ഒരു യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾക്ക് അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ നെക്സ്റ്റ് ആണ് നമുക്ക് രജിസ്ട്രേഷനിലാണ് നിങ്ങളുടെ സീറ്റിൻ്റെ കാര്യവും എക്സാം സെൻറ്റേഴ്സും കാര്യങ്ങളെല്ലാം നമുക്ക് വരിക. ഓക്കെ, അപ്പോൾ അത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇനി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കറക്റ്റായിട്ട് എല്ലാ ഡീറ്റെയിൽസും, നിങ്ങളുടെ അഡ്രസ്സും അതല്ലാതെ നിങ്ങളുടെ നെയിം സ്പെല്ലിങ്ങും, അതായത് നിങ്ങളുടെ ഇനീഷ്യലും എല്ലാം കറക്റ്റ് ആണോ എന്ന് നന്നായിട്ട് നോക്കുക, ശ്രദ്ധിച്ച് ചെയ്യുക. എന്തെങ്കിലും റിജക്ഷൻ വന്നാൽ പിന്നെ അത് വളരെ ബുദ്ധിമുട്ടായിരിക്കും നിങ്ങൾക്ക് അഡ്മിഷൻ ചെയ്യാൻ വേണ്ടിയിട്ടും ഓക്കെ നിങ്ങളുടെ എക്സാമിന് വേണ്ടിയിട്ടും എല്ലാം നിങ്ങൾക്ക് അത് ബാധിക്കും. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധിച്ച് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ ഡോക്യുമെന്റ്സ് ഒക്കെ കറക്റ്റായിട്ട് തന്നെ നല്ല ക്ലിയറോട് കൂടിയിട്ട് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ ഫോട്ടോ എടുത്തിട്ട് രജിസ്ട്രേഷൻ ടൈമിൽ അഡ്മിഷൻ ടൈമിൽ സബ്മിറ്റ് ചെയ്യാത്ത രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കുക, അയച്ചു കൊടുക്കുക. ഓക്കെ, അത് നല്ല ക്ലിയർ ആയിട്ട് വേണം, അല്ലാന്നുണ്ടെങ്കിൽ റിജക്ഷൻ വരും. റിജക്ഷൻ വന്നു കഴിഞ്ഞാൽ തന്നെ വീണ്ടും നിങ്ങളത് സബ്മിറ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പോൾ എടുക്കുന്ന ടൈമിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ എടുക്കുക. പിന്നെ ആധാറിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പോൾ മസ്റ്റായിട്ട് എല്ലാത്തിനും വേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സർട്ടിഫിക്കറ്റ് ആണ് ആധാർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആധാർ നിങ്ങളുടെ മൊബൈൽ നമ്പറായിട്ട് ലിങ്ക് ചെയ്തിരിക്കണം. ഓക്കെ, അപ്പോൾ ലിങ്ക് ചെയ്താൽ മാത്രം പോരാ, ആ മൊബൈൽ നമ്പർ ആക്റ്റീവായിട്ടും ഇരിക്കണം. ഓക്കെ, അതിനകത്തേക്കാണ് OTPയും കാര്യങ്ങളൊക്കെ വരിക. പിന്നെ ഉള്ളത് ഇമെയിൽ ID ആണ്. ഓക്കെ, മെയിൽ ID ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള മെയിൽ ID തന്നെ കൊടുക്കുക. ഓക്കെ, പ്രോസസ്സിങ് ടൈമിലെല്ലാം നിങ്ങൾക്ക് മെയിൽ ID മസ്റ്റായിട്ട് വേണം. ഓക്കെ, അതിനകത്തേക്ക് OTP വരാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ ആധാറും ഇമെയിൽ IDയും കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ രജിസ്ട്രേഷൻ ടൈമിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ അഡ്രസ്സും പ്രൂഫും എല്ലാം നമ്മൾ കറക്റ്റായിട്ട് സബ്മിറ്റ് ചെയ്യുക. ഓക്കെ, ഈ പ്രൂഫിനകത്തൊക്കെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സാണോ കൊടുത്തത്, അല്ലെങ്കിൽ ഇനീഷ്യൽ കറക്റ്റ് ആണോ, സ്പെല്ലിങ് കറക്റ്റ് ആണോ എല്ലാം നോക്കുക. കൂടാതെ തന്നെ ആധാറിൻ്റെ കേസും പറഞ്ഞു, പിന്നെ ഇമെയിൽ ID കറക്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക.
കൂടാതെ തന്നെ നിങ്ങൾക്ക് പിന്നെ വരുന്നതാണ് രജിസ്ട്രേഷൻ ടൈമിൽ നിങ്ങളുടെ വാർഡ് ഏതാണെന്നും അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്ലോക്ക് ഏതാണ് എല്ലാ ഡീറ്റെയിൽസും ചോദിക്കും. ഓക്കെ, അപ്പം അതനുസരിച്ച് നിങ്ങൾ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ കൊടുക്കാൻ ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അപ്പം രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ കറക്റ്റായിട്ട് എല്ലാം നോക്കി ചെയ്യുക. എന്തെങ്കിലും റിജക്ഷൻ വന്നാൽ നമുക്ക് തന്നെ ആയിരിക്കും അതിൻ്റെ ബുദ്ധിമുട്ട് വരിക. ഓക്കെ, നമ്മുടെ സ്റ്റുഡൻസ് ഒന്നും പേടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ഫുള്ള് കംപ്ലീറ്റ് ഈ സർവീസ് നമ്മൾ ഒന്ന് ചെയ്തു തരും. അഡ്മിഷൻ ആയാലും രജിസ്ട്രേഷൻ ആയാലും ഇനി സെക്കൻഡ് ഇയറിലേക്കുള്ള രജിസ്ട്രേഷൻ ആയാലും എല്ലാം നമ്മൾ ഇവിടെ ചെയ്തു തരും. അപ്പം നമ്മളെ സ്റ്റുഡൻസ് പേടിക്കേണ്ട ആവശ്യമില്ല, പുറത്തുള്ള സ്റ്റുഡൻസിൻ്റെ കാര്യമാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് രജിസ്ട്രേഷനിൽ വരുന്നത്. ഓക്കെ, ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ രജിസ്ട്രേഷനിൽ വരുന്ന ഡീറ്റെയിൽസ് കേട്ടോ. ഓക്കെ, അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ടും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കുക. മസ്റ്റായിട്ട് ആധാറും ഇമെയിലും നിങ്ങൾ കറക്റ്റായിട്ട് നോക്കി വെക്കുക കേട്ടോ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ഡീറ്റെയിൽസ്. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയിൽ അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട്. താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, അപ്പം മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കീപ് ഗോയിങ്, ഹാപ്പി ലേണിംഗ്.